എന്തായാലും ഈ കൺസൈൻമെന്റ് ഒപ്പിടാഞ്ഞേ? ഞാൻ മറന്നുപോയി പപ്പ. മറന്നുപോയി. ഒപ്പിടേ. അതുകൂടെ ഇങ്ങനെ തരാവോ? അവൻ എൽവി വന്നില്ലല്ലോ. അതെങ്ങനാ? മക്കൾ എവിടെയാണെന്നറിയാൻ GPS നോക്കേണ്ട അവസ്ഥയായി ഇപ്പൊ കാരണവന്മാർക്ക്. കുറച്ചു മുമ്പ് വള്ളിമറ്റത്തുണ്ടായിരുന്നു. ആ ഇപ്പൊ ഇവിടെ അടുത്തെത്തിയെന്ന് തോന്നുന്നു. എന്തായാലും അടുത്ത കൊല്ലം ഓസ്ട്രേലിയക്ക് അങ്ങ് പോവുമല്ലോ. മെൽബിൻ അവന്റെ അഡ്മിഷൻ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എടി ഇവന് വേണ്ടി എന്തുമാത്രം പൈസ ഞാൻ ചെലവാക്കിയതാ. 4 ലക്ഷം രൂപയുടെ ബൈക്ക് വേണമെന്ന് പറഞ്ഞു. ഇനി അതേന്ന് വേണ്ടി കൈയും കാലും ഇവിടെ ഉണ്ടല്ലോ എന്നോർത്ത കാറ് മേടിച്ചു കൊടുത്തു. അതിപ്പോ ഇങ്ങനായി. ആ പപ്പ, കഴിഞ്ഞ ദിവസം ബാങ്കിൽ പോയപ്പോ ഷാജിയെ കണ്ടായിരുന്നേ. ഷൈനിയുടെ കല്യാണത്തിന് എന്നാണെങ്കിലും ചെല്ലണമെന്ന് പറഞ്ഞേക്കുവാ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നിനക്കും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. വേണേ ഒരു 10,000-20,000 ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കേ. ആ വന്നല്ലോ. എന്നാടാ താമസിച്ചേ? എവിടെ പോയാലും ഡിന്നറിന് മുമ്പ് വീട്ടിലെത്തണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? പാലായിൽ എന്നായിരുന്നു പരിപാടി? ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു പപ്പ. അടുത്ത ഞായറാഴ്ച ഞങ്ങൾ അമ്മച്ചിയെ കാണാൻ പോകുന്നുണ്ട്. നീ കൂടെ വന്നേക്കണം. അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഈ വീക്കെൻഡ് സൂം സെഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ മമ്മി. എടാ അമ്മച്ചിക്ക് നിന്നെ ഒന്ന് കാണണം തോന്നിയാലേ. ജസ്റ്റ് കൺവേ മൈ റിഗാർഡ്സ് ടു അമ്മച്ചി. എടാ മോനെ എന്നേലും കഴിച്ചേച്ച് കിടക്കടാ. I already had മമ്മി. എന്നാ ഒരു ഗ്ലാസ് പാല് കൊണ്ടുതരാം. നീ ആ റോബോട്ടിന്റെ ബാറ്ററി ലെവൽ താഴെ പോകാൻ നോക്ക്. അവസാനം അതൊക്കെ കാണത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മച്ചി പറഞ്ഞ മടക്കിസാനം വഴിയാ. ഞാനേ പറഞ്ഞുണ്ടാക്കിച്ചതാ. പഴയതുപോലെ ഇത് എല്ലായിടത്തും ഒന്നും കിട്ടുകയല്ല. എടീ മെൽബി മോൻ കൊടുത്തു വിട്ട സെറ്റർ എന്ത്? അയ്യോ ഞാനത് എടുക്കാൻ മറന്നു. ബെസ്റ്റ്. സാരമില്ല മോളെ. എൽവിൻ എന്തിയേ? അവനെ കൂടെ കൊണ്ടുവരാൻ മേലായിരുന്നോ? അത് അമ്മച്ചി അവൻ എക്സാമാ. കുറെ പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. അടുത്ത തവണ വരുമ്പോ കൊണ്ടുവരാം. കഴിഞ്ഞ മാസമല്ലായിരുന്നു അവന്റെ എക്സാം? ഇതേത് എക്സാമാ? അത് അമ്മച്ചി. ആ സർ. അത് ഓർക്കാരിക്കാ അല്ലേ? അതാ ഇവിടുത്തെ ഒരു പിന്നെ അമ്മച്ചി നമ്മുടെ മെൽബിനെ ഇത്തവണത്തെ പെരുന്നാളിന് വരാൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വാർഷികം കൂടാനായിരിക്കും. വരുന്ന 20-ാം തീയതി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 30 കൊല്ലം തികയുവാ. അമ്മച്ചിക്ക് എല്ലാവരുടെയും ബർത്ത്ഡേ ആരോഗ്യത്തിന് നല്ല ഓർമ്മയാണ്. അതിവിടെ ആണെങ്കിലും അങ്ങനെ തന്നെയാ. അമ്മച്ചിയാ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഞങ്ങളെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നേ. 60 കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇവിടെ ഒരു റൂം ബുക്ക് ചെയ്യാൻ. നല്ല ആംബിയൻസ് അല്ലേ? അത് പിന്നെ മക്കള് ബുക്ക് ചെയ്തോളൂ. നിനക്ക് കൂടി ആനിയമ്മേ. ഇവക്ക് പിന്നെ എവിടെ ആയാലും കുഴപ്പമില്ല. എവിടെ ആയാലും ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. അമ്മച്ചിക്ക് തന്നെ നോക്കിയേ, ഇവിടെ സുഖമല്ലേ? അമ്മച്ചിക്ക് ഇവിടെ സുഖ അല്ലേ അമ്മച്ചി? ആളായിപ്പോ ഇവിടുത്തെ ഓളിനോൾ. എനിക്ക് എന്നാടാ ഇവിടെ കുഴപ്പം? ഈ കൊച്ചെനിക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം തരും, മരുന്ന് തരും. പിന്നെ നേരം പോകാൻ ഇവിടെ എന്തെല്ലാം കൂട്ടം കാര്യങ്ങളാ. ഞാൻ പറഞ്ഞില്ലേ നല്ല അവസര സ്ഥലവാ. വേണ നിങ്ങളും കൂടി ഇങ്ങ് പോരെ. നമുക്കിവിടെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം അമ്മച്ചി. വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപാദത്തും കഴിഞ്ഞാൽ വരുന്നതോട് വേർപ്പെട്ട് കണ്ണുനീർ ചിന്തി ഭാവി അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടിട്ടുള്ളണമേ. ആമേൻ. എടി മേൽവൻ വിളിച്ചായിരുന്നു കേട്ടോ. അവൻ വരുന്നെന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക്. അത് വലിയ ഫംഗ്ഷനായിട്ട് ക്ലബിൽ വെച്ചൊക്കെ നടത്തണമെന്നാണ് അവൻ പറയുന്നത്. എന്നായാലും നടത്തുന്നതല്ലേ, ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് വിളിച്ചേക്കാം അല്ലേ? അച്ഛമോളെ കാണാനങ്ങ് കൊതിയാവുക. മാമോദിസക്ക് കയ്യിലെടുത്തതാ. അവക്ക് എന്റെ ചായ എന്ന് എല്ലാരും പറയുന്ന. അതിപ്പം എന്റെ ചായയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? ഇല്ല.
എന്നാടാ എന്നാ പ്രസ്സിൽ നിന്ന് കുറിയും വാങ്ങിച്ചു. ഇതിന് എന്നാ ജ്യൂസ് കിട്ടി? ആ അതിന് ഞാൻ പിന്നെ പറയാം. ആദ്യത്തെ കുറി നമ്മുടെ പുത്തൻകടുപ്പിലച്ഛന് കൊടുക്കണം. ശരി എന്നാ ആ പ്രാക്ടീസ് എടുക്കട്ടെ. ശരിടാ. ഇതിപ്പോ കൂടെ കൂടെ വരുന്നുണ്ടല്ലോ. ഡോക്ടറെ ഒന്ന് കാണാൻ മേലായിരുന്നോ കൊച്ചെ? ഞാൻ ഗുളിക കഴിച്ചെന്നേ, ഒന്ന് കിടന്നാ മാറുന്ന. ഓ, ഇത് എത്രാമത്തെ തവണയാ ഞാൻ ഈ തുടയ്ക്കുന്നേ. നമ്മുടെ റിയാനയ്ക്ക് എന്തോ ഏനക്കേടുണ്ടോന്ന് തോന്നുന്നു. കൊച്ചു വന്ന് നോക്കിക്കേ. എന്നാ പറ്റിയേ? അല്ല പറഞ്ഞിട്ടൊന്നും ചെയ്യുന്നില്ല. പറഞ്ഞിട്ടൊന്നും ചെയ്യുന്നില്ലേ? ആന്നേ. അത് കൊള്ളാലോ. റിയാന, പ്ലീസ് മേക്ക് എ കോഫി. Sure, sir. Up in a minute. ഓക്കെ ആയല്ലോ. കണ്ടോ അനുസരണക്കേട് കണ്ടോ? അവിടെ എളിപ്പ്. Your coffee is ready. നോക്കട്ടെ. നല്ല ചൂടുണ്ടല്ലോ. പനി വല്ലതും ആണോ? ഇതിനോ? ഇതിന് എന്നാ പനി വന്ന ഒക്കത്തില്ലേ? ഉഫ്, എന്റെ പൊന്നു ചേട്ടത്തി. ഇതന്നെ ഇന്ന് വീട്ടിൽ പോകാൻ സമ്മതിക്കത്തില്ലെന്നാ തോന്നുന്നത്. ആണ്ട സാറ് വന്നു. എന്നടി എന്നാ പറ്റി? അല്ല, ഇത് ഇന്നൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്തോ റോങ് ആന്ന് തോന്നുന്നു. കേൾക്കുന്നില്ലേ? നിങ്ങൾ വോയിസ് കമാൻഡ് കൊടുത്തതിന് കുഴപ്പമായിരിക്കും. അതല്ല, പാലെടുത്തേ. പാല് കുറച്ച് ഇവിടെ തട്ടിക്കളഞ്ഞു. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. റിയാന, പ്ലീസ് മേക്ക് എ കോഫി. Sure, sir. Up in a minute. കണ്ടോ, പറയണ്ടോര് പറയണം. കണ്ടോ നല്ല അനുസരണ. ഭാഗ്യം വെള്ളാത്രാണ്ട് തിളച്ചില്ലായിരുന്നു. Your coffee is ready. ഇഡിയറ്റ്. ബിരിയാണി ഉണ്ടാക്കുമെന്ന്. എന്ത് ചെയ്യാൻ മാനെ വിളിക്കേ. എടാ ഇതേ ചുളുക്കാതെ ഒട്ടിക്കണേ. ശരിയാച്ചോ. ആ ഇത്തവണ സ്റ്റാർ സൂപ്പർ ആക്കണം കേട്ടോ. അച്ചോ, ആ ഷാജി, അച്ഛനെ ഞാൻ പള്ളിമേടയിൽ നോക്കിയായിരുന്നു. ഇതെന്താടാ കല്യാണക്കുറിയാ? ആദ്യത്തെ കുറി അച്ഛനാ. ആഹാ, കാര്യങ്ങളൊക്കെ എവിടം വരെ? എല്ലാം ഒന്നേന്ന് തുടങ്ങാൻ കിടക്ക് വെച്ചു. ഞാനും കൂടെ ഇറങ്ങുന്നുണ്ട്. ആ. അച്ഛനെ കണ്ടിട്ട് കുറേ ഇപ്പൊ എങ്ങനെയുണ്ടോ അച്ഛന്? ഇല്ല കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛോ, അച്ഛനിപ്പോ ഓക്കെയാ. ആ എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. കൊല്ലപ്പള്ളി പെരുന്നാളാ നാളെ. പ്രാക്ടീസ് ഉണ്ട്. അമ്മമാരോട് എന്നെ നോക്കി ഇരിക്കുകയായിരിക്കും കേട്ടോ. ശരി. എടാ ചുളുങ്ങാതെ ചേർത്തൊട്ടിക്കടാ. ആ ആ, ഇവിടെയും ചേർത്തൊട്ടിക്ക്. വല്ലതും നടക്കുമോ? കംപ്ലൈന്റ് ഒന്നും ഉണ്ടാകുകയെന്ന് പറഞ്ഞിട്ട്. ഇല്ല സാർ, നോക്കിക്കൊണ്ടിരിക്കുക. ആക്ച്വലി സാർ, ഇത് വണ്ടർ റോബോയുടെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ആ, ഞങ്ങളുടെ ലൈഫിലും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസാ. അല്ല ചാർജ് എങ്ങാനും തീർന്നായിരിക്കും. നോ മാഡം, ബാറ്ററി ബാക്കപ്പ് ഉണ്ടല്ലോ. അതായത് നമ്മുടെ കമ്പനി ഫുൾ ബാറ്ററി ബാക്കപ്പ് ആണ് പ്രൊവൈഡ് ചെയ്യണത്. ഞാന് പേര് മാറ്റിയിട്ടിട്ടോ വല്ലോ? ഏയ്, പേര് നല്ലതാണല്ലോ റിയാന, കുഴപ്പമില്ല, നല്ല പേരല്ല. പാലിങ് എടുത്തരോ, ഒന്ന് നോക്കട്ടെ. പാലില്ല സാർ ഓക്കെയാണ്. വെള്ളം മാത്രമേ ഉള്ളൂ. റെഡി സാർ. ഇങ്ങോട്ട് വെച്ചോ. താങ്ക് യു. റിയാന, പ്ലീസ് മേക്ക് എ കോഫി. അയ്യോ ശരിയാ. അയ്യോ സാർ. Sure, sir. Up in a minute. Your coffee is ready. വേണ്ട വേണ്ട, താങ്ക് യു. സാർ സാർ നോക്കി. ഓ സാർ, ഇതായിരുന്നു പ്രശ്നം. ഈ GPS ട്രാക്കറാണ് ഇവിടെ കുഴപ്പിച്ചത്. അതായത് സാർ, ഈ റോബോട്ടിന്റെ സോഫ്റ്റ്വെയർ ഫംഗ്ഷൻ ഈ GPS ട്രാക്കർ ഫംഗ്ഷൻ ചെയ്തപ്പോൾ ഉൾട്ടേ ആയിപ്പോയി. അതാണ് ഇത് മിസ്ലീഡിംഗ് കമാൻഡ്സ് ഇതിന്റെ സിസ്റ്റത്തിലോട്ട് ഫോർവേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് എ കമ്പ്യൂട്ടർ മാൽ ഫംഗ്ഷൻ, നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ് സാർ. ആക്ച്വലി ഇത് ഈ വെഹിക്കിൾ ട്രാക്കിംഗ് ആ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന GPS ആണ്. ഇതാരാ സാർ ഇതിനകത്ത് വെച്ചേ? എവിടെയെങ്കിലും പോകുന്നുണ്ടോ അറിയാൻ വേണ്ടി വെച്ചതാ? ഇത് കണ്ടോ, ഇതാരാ വെച്ചെന്ന് മനസ്സിലായോ? ആരാ സാറേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ വേണ്ടപ്പെട്ട ഒരാളാ. നൈസ് നൈസ്. ഫിക്സ് ഇറ്റ്.